ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ എങ്ങനെയാണ് ഇഞ്ച് വാല്യൂവും ഫീറ്റ് വാല്യൂവും കൊടുത്ത് ലൈനുകളും മറ്റും വരക്കുന്നത് എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ആദ്യമായി ഇതിൻ്റെ യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. അതിന് ഞാനിവിടെ യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടൈപ്പ്, ലെങ്ത് അതിന് താഴെയായിട്ട് ടൈപ്പ് എന്നത്, അതിൽ നിങ്ങൾക്ക് ഡെസിമൽ എന്നുള്ളത് ഇപ്പോൾ ഡെസിമൽ ആയിരിക്കും. അതിൽ ഡെസിമൽ എന്നുള്ളത് എൻജിനീയറിംഗ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇഞ്ച് ആണോ എന്ന് നോക്കുക. അത് ഇഞ്ച് ആണെങ്കിൽ ഓക്കെ കൊടുക്കുക. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ലൈന് ഒന്ന് വരയാം. ലൈന് വരക്കുന്നതിന് വേണ്ടി ഞാൻ ലൈൻ കമാൻഡ് അടിക്കുന്നു. അതിനുശേഷം സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്, ഒരു ഫസ്റ്റ് പോയിന്റ് എടുക്കുന്നു. അതിനുശേഷം ഞാനത് ഓർത്തോ ശരിയാക്കിയതാണ്. നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു 27 ഇഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു, 27. അതിനുശേഷം എൻ്റർ കൊടുക്കുന്നു, എൻ്റർ. ഇനി നമുക്ക് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ DI എന്ന് അടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 27 ഇഞ്ച് എന്ന് പറയുന്നത് 2 ഫീറ്റും 3 ഇഞ്ചുമാണ്. നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതേ തന്നെ ഫീറ്റ് വാല്യൂവും കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ഇഞ്ച് വാല്യൂ മാത്രമാണ് കൊടുത്തത്. ഇനി നമുക്ക് ഫീറ്റ് വാല്യൂവും കൂടി കൊടുത്ത് ഒന്ന് ലൈൻ വരച്ച് നോക്കാം. ഞാൻ വീണ്ടും ലൈൻ കമാൻഡ് അടിക്കുന്നു. ഇനി ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു, 2 ഫീറ്റും 3 ഇഞ്ചുമാണ് 27 എന്നത്. ആദ്യം നമ്മൾ ഇപ്പോൾ ഫീറ്റ് വാല്യൂ കൊടുക്കുന്നതിന് വേണ്ടി 2 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിൽ എൻ്ററിൻ്റെ അടുത്തായിട്ട് കാണാൻ പറ്റും സിംഗിൾ കോട്ട്. അത് സിംഗിൾ കോട്ട് കൊടുക്കുന്നു. അതിനുശേഷം 3 ഇഞ്ചാണ്, 3 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ സിമ്പിൾ വേണമെങ്കിൽ ഡബിൾ കോട്ട് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി ഇതും നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. DI എൻ്റർ. ഇതും നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഫീറ്റ് 3 ഇഞ്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂ കൊടുത്ത് ഒന്ന് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ വീണ്ടും യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ എൻജിനീയറിംഗ് ആണ് ഉള്ളത്. അത് ഞാൻ മാറ്റി ആർക്കിടെക്ചറൽ ആക്കുന്നു. ഇവിടെ ഇഞ്ചസ് തന്നെയാണ്, ഓക്കെ കൊടുക്കുന്നു. ഞാൻ ലൈനിന് വേണ്ടി ലൈൻ കമാൻഡ് കൊടുക്കുന്നു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ 2 ഫീറ്റും 2.5 ഇഞ്ചുമുള്ള ഒരു ലൈനാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫീറ്റിന് വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 അടിച്ച് സിംഗിൾ കോട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം 2.5 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. 2 ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഒരു മൈനസ് സിമ്പിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ചിന് വേണ്ടി 1/2 എന്ന് അടിച്ച് എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 ഫീറ്റ് 2.5 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.